നമസ്കാരം. ഇലക്ട്രൽ ബോണ്ട് കേസിൽ സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടിയേറ്റതിന് പിന്നാലെയാണ് CAA നടപ്പാക്കിക്കൊണ്ട വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളിൽ എന്തു ചർച്ചയാകണമെന്ന അജണ്ട BJP വീണ്ടും തീരുമാനിക്കുകയാണ്. പതിവ് പോലെ ഈ തിരഞ്ഞെടുപ്പിന്റെയും അജണ്ട മോദിയും കൂട്ടരും തന്നെ നിശ്ചയിക്കുന്നു. ആ തീരുമാനത്തിന്റെ പിന്നാലെ പോകാനാണ് രാഹുലിന്റെയും കൂട്ടരുടെയും വിധി. അതാണ് BJP നടപ്പാക്കിയിരിക്കുന്ന കാര്യം. CAA നടപ്പിലാക്കിയതിനെ തുടർന്ന് ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളെയും വോട്ടാക്കുന്ന മോദി തന്ത്രം. കേരളത്തിൽ തിരിച്ചടിയാണെങ്കിലും ഹിന്ദി ബെൽറ്റിലെ ഹിന്ദു വോട്ട് ഏകീകരണത്തിലൂടെ BJP വൻ വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ മുന്നണിക്കും താങ്ങാൻ സാധിക്കാത്ത വിധത്തിലാണ് തന്ത്രങ്ങൾ. അടുത്ത കാലത്തെ BJP തിരഞ്ഞെടുപ്പുകളിൽ നേരിയ തിരിച്ചടിയെങ്കിലും നേരിട്ടത് വിലക്കയറ്റവും തൊഴിലില്ലായ്മയും അടക്കം ചർച്ചയായ തിരഞ്ഞെടുപ്പുകളിലാണ്. എന്നാൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഗതി നിർണയിക്കുന്ന തീരുമാനം തന്നെയാണ് BJP കൈക്കൊണ്ടിരിക്കുന്നത്. 2019 പാർലമെന്റ് പാസാക്കിയ പൗരത്വ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ തിങ്കളാഴ്ച വിജ്ഞാപനം ചെയ്തതോടെ വിവാദങ്ങളുടെയും വാദപ്രതിവാദങ്ങളുടെയും അധ്യായം കൂടിയാണ് സർക്കാരും BJPയും തുറക്കുന്നത്. ഭരണഘടനയുടെ 370 അനുച്ഛേദം റദ്ദാക്കൽ, അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം, മുത്തലാഖ് നിരോധനം തുടങ്ങിയവയ്ക്ക് പിന്നാലെയാണ് പൗരത്വ നിയമം നടപ്പാക്കാനുള്ള തീരുമാനവും. ഏക സിവിൽ കോഡാണ് ഇനി ഈ അജണ്ടകളിൽ ബാക്കിയുള്ളത്. സിവിൽ കോഡ് നടപ്പിലാക്കാൻ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ ദേശീയ തലത്തിൽ ഏറ്റെടുത്തിട്ടില്ലെങ്കിലും ചർച്ചയിൽ അതും സജീവമാണ്. 2019 പാസാക്കിയെങ്കിലും പ്രതിഷേധമുയർന്നതോടെ പൗരത്വ നിയമം നടപ്പാക്കുന്നത് കേന്ദ്ര സർക്കാർ നീട്ടി. അസം, ഡൽഹി, UP എന്നിവിടങ്ങളിലാണ് കടുത്ത പ്രതിഷേധമുയർന്നത്. പൗരത്വ ഭേദഗതി നിയമത്തിൽ നിന്ന് മുസ്ലിമുകളെ ഒഴിവാക്കിയത് ആ വിഭാഗത്തോടുള്ള വിവേചനമാണെന്നായിരുന്നു ആക്ഷേപം. പൗരത്വ നിയമം നടപ്പാക്കുമെന്ന് ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ പ്രചാരണ വേദികളിൽ BJP പ്രഖ്യാപിച്ചിരുന്നു. ഇതിലൂടെ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണമാണ് BJP ലക്ഷ്യമിട്ടത്. നിയമം നടപ്പാക്കില്ലെന്ന് കേരളം, ബംഗാൾ സർക്കാരുകൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ലോക്സഭയിൽ NDA മുന്നണിക്ക് 400 സീറ്റിലേറെ ലക്ഷ്യമിടുന്ന BJP അതിനായി കയ്യിലുള്ള ആയുധങ്ങളെല്ലാം പ്രയോഗിക്കുകയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷണം. 2014 BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു പൗരത്വ ഭേദഗതി ബിൽ. 2016 ജൂലൈ 19 ആദ്യമായി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ഓഗസ്റ്റ് 12 ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് കൈമാറി. 2019 ജനുവരി 7 സമിതി റിപ്പോർട്ട് നൽകിയത്. 2019 ജനുവരി 8 ബിൽ ലോക്സഭ പാസാക്കി. എന്നാൽ രാജ്യസഭയിൽ പാസാക്കാതിരുന്ന സാഹചര്യത്തിൽ 16ാം ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞതോടെ അസാധുവായി. വീണ്ടും ഡിസംബർ 4 കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ബിൽ 9-ാം തീയതി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ലോക്സഭയിൽ അവതരിപ്പിക്കുകയായിരുന്നു. 311 വോട്ടുകൾക്ക് ലോക്സഭയിൽ ബിൽ പാസായി. CAA ഒരാഴ്ചയ്ക്കകം നടപ്പാക്കുമെന്ന് കേന്ദ്ര തുറമുഖ സഹമന്ത്രി ശന്തനു ഠാക്കൂർ ജനുവരി അവസാനം പറഞ്ഞിരുന്നു. പറഞ്ഞ സമയത്ത് പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിലും തീരുമാനം നടപ്പായി കഴിഞ്ഞു. അയോധ്യയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമായി. ഉടൻ പൗരത്വ ഭേദഗതി നിയമം ബംഗാളിൽ മാത്രമല്ല രാജ്യം മുഴുവൻ നടപ്പാക്കുമെന്നായിരുന്നു ശന്തനുവിന്റെ വാക്കുകൾ. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നതായും നിയമം നടപ്പിലാവുമെന്ന് തന്റെ ഗ്യാരണ്ടിയാണെന്നും മന്ത്രി പിന്നീട് മാധ്യമങ്ങളോടും പറഞ്ഞിരുന്നു. 2019 പാർലമെന്റ് പാസാക്കിയ നിയമം ചട്ടങ്ങൾ തയ്യാറാവാത്തതിനാൽ നടപ്പിലാക്കിയിരുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യുമെന്ന് നേരത്തെ തന്നെ സൂചനകളുണ്ടായിരുന്നു. CAA ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള പാർലമെന്റ് സമിതികളുടെ കാലാവധി 2020 മുതൽ പലതവണ നീട്ടി. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ CAAയോട് വളരെ വലിയ എതിർപ്പാണുള്ളത്. സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിലെ പ്രകടന പത്രികകളിലും BJP 2 നിലപാടാണ് എടുത്തിരുന്നത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയമായ നേട്ടമാകുമെന്ന കണക്കുകൂട്ടലിലാണ് തിരക്കിട്ട് വിജ്ഞാപനം ചെയ്തത്. CAA വിജ്ഞാപനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച അമിത് ഷാ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിലെ തിരിച്ചടി മറികടക്കാനാണ് BJPയുടെ ശ്രമമെന്ന പ്രതിപക്ഷ വിമർശനത്തെ ചെറുക്കുകയാണ് ലക്ഷ്യം. ഈ വിജ്ഞാപനത്തോടെ ജനങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനം കൂടി നരേന്ദ്രമോദി യാഥാർത്ഥ്യമാക്കിയെന്ന് അമിത് ഷാ പറഞ്ഞു. ചരിത്രപരമായ തീരുമാനമെന്നാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വിശേഷിപ്പിച്ചത്. മോദിയുടെ ഗ്യാരണ്ടി എന്നാൽ വാഗ്ദാനം നിറവേറ്റുന്നതിന്റെ ഗ്യാരണ്ടിയാണെന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ അഭിപ്രായപ്പെട്ടു. കേന്ദ്രമന്ത്രി ശന്തനു ഠാക്കൂറിന്റെ
അമിത്ഷായുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സമാന പ്രഖ്യാപനം നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് CAA നടപ്പാക്കുമെന്നായിരുന്നു അമിത്ഷായുടെ അറിയിപ്പ്. CAAയുടെ പേരിൽ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പലരും. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് പീഡനത്തെ തുടർന്ന് ഇന്ത്യയിലെത്തിയവർക്ക് പൗരത്വം നൽകാൻ മാത്രമാണ് CAA ഉദ്ദേശിക്കുന്നത്. ഇതാരുടെയും ഇന്ത്യൻ പൗരത്വം തട്ടിയെടുക്കാനുള്ളതല്ല. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും മറ്റുള്ളവരും ഒപ്പിട്ട ഭരണഘടനാപരമായ കാര്യമാണിത്. എന്നാൽ പ്രീണനം മൂലം കോൺഗ്രസ് അത് അവഗണിച്ചുവെന്നാണ് അമിത്ഷാ പറഞ്ഞത്. അടവാണിതെന്നുമാണ് ആം ആദ്മി പാർട്ടി ചൂണ്ടിക്കാണിച്ചത്. നാം ഒറ്റക്കെട്ടായി എതിർക്കുമെന്ന് നേതാക്കളും പറഞ്ഞു. CAA എതിർക്കുന്നതിൽ കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടാണ്. തിരഞ്ഞെടുപ്പ് മുൻനിർത്തി പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്ത കേന്ദ്ര സർക്കാർ നടപടി രാജ്യത്തെ അസ്വസ്ഥമാക്കാനുള്ളതാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പാണ് ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം ഇറക്കിയത്. ഇത് ജനങ്ങളെ വിഭജിക്കാനും വർഗീയ വികാരം കുത്തിയിളക്കാനും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ കാറ്റിൽ പറത്താനുമുള്ളതാണ്. സംഘപരിവാറിന്റെ ഹിന്ദുത്വ വർഗീയ അജണ്ടയുടെ ഭാഗമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. ധ്രുവീകരണം ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ CAA വിജ്ഞാപനം ഇറക്കിയതെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ആരോപിച്ചു. കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി വരുന്നതോടെ CAA നിയമം അറബിക്കടലിൽ എറിയുമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ പറഞ്ഞു. പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ കേരളത്തിൽ UDF മണ്ഡലതലങ്ങളിൽ പ്രതിഷേധം നടത്തുകയാണ്. നന്ദി.